അപ്പോൾ ഇനി എന്താണ് ഇന്നത്തെ ട്രേഡുകൾ എടുത്ത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കുറേ ആളുകൾ ട്രേഡ് ഇടുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ തന്നെ ആഫ്റ്റർ ട്രേഡിംഗ് സ്നാപ്സിൽ കുറേ ആളുകൾ ഇടുന്നുണ്ട്. ഒന്ന് ഞാൻ നോക്കട്ടെ കേട്ടോ ആദ്യം. ആഫ്റ്റർ ട്രേഡിംഗ് സ്നാപ്സിൽ ഷബീർ നോക്കട്ടെ, ഞാൻ പതുക്കെ തുടങ്ങാം. ഇത് ബാദിഷ, എൽദോ, ജിതിൻ, എൽദോ രസൽ സംഭവിച്ചിട്ടുണ്ട്. എൽദോ അത് ക്ലിയർ ആയിരുന്നു. എൽദോ എന്തായിരുന്നു അത് ക്ലിയർ എന്നുള്ളത് മനസ്സിലായിരുന്നു എൽദോയ്ക്ക് എസ് എൽ സംഭവിച്ചതിന്റെ? അതെന്താ സംഭവിച്ചതെന്ന് വെച്ചാല് ഞാനത് ടൈം ഫ്രെയിമിലും അതിന്റെ താഴെ തന്നെ വേറൊരു ട്രെൻഡ് ലൈനും കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന് വേണ്ടിട്ട് നോക്കിയിരുന്ന ആ സമയം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോ അതിന്റെ ഇടയ്ക്കുന്ന് എടുത്തതാ അത്. അത് മാത്രല്ല എൽദോ തന്നെ വരച്ചു വെച്ചിട്ടുണ്ട് അവിടെ ക്ലിയർ ആയിട്ട് അല്ലേ? അതെ. സപ്പോർട്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് അവിടെ വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ എന്തായിരിക്കണം നെക്സ്റ്റ് അവിടുന്നാണ് കയറി പോയത്. നെക്സ്റ്റ് ട്രേഡ് കിട്ടിയത് അവിടുന്നാണ് കയറി പോയത്. താഴെ വന്ന സ്ഥലത്തായിരുന്നു മറ്റേ ഫ്രണ്ട് ലൈൻ പോയിക്കൊണ്ടിരുന്നത്. അവിടുന്നാണ് സെയിം അടുത്ത ട്രേഡ് എടുത്തത് TP അടിച്ചത്. ഇത് വരച്ചു വെച്ച സ്ഥിതിക്ക് ഇത് ഈ ഏരിയ മനസ്സിലായ സ്ഥിതിക്ക് എന്തായിരുന്നു, അതിപ്പോ വെക്കുകയാണെങ്കിൽ താഴോട്ടേക്ക് ഇറക്കി വെക്കുകയായിരുന്നെങ്കിൽ ഒരു പക്ഷെ അത് കിട്ടിയേനെ. എന്ത് കിട്ടിയേനെ? ട്രേഡ് കിട്ടിയേനെ. പക്ഷെ നമ്മുടെ സ്ട്രാറ്റജി പ്രകാരം എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടിന്റെ താഴെ തന്നെ നമ്മൾ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്ട്രാറ്റജി പ്രകാരം കിട്ടിയേനെ. പക്ഷെ പ്രശ്നമൊന്നുമില്ലല്ലോ. കാരണം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ട്രേഡ് അങ്ങനെ വെക്കുമ്പോൾ SL കുറച്ച് വലിപ്പം കൂടും. അതാണ് പറയുന്നത്. അതേ പറയുന്നത് പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞതാണ്. കാരണം എന്ന് വെച്ചാൽ SL വലുതാവുമ്പോൾ നമുക്കത് കിട്ടുമെന്ന് നോക്കണം. SL വലുതാവുന്ന വെച്ചാൽ ഇത് തന്നെ അത്യാവശ്യം ചിലപ്പോൾ എൽദോ എടുക്കുന്ന ക്വാണ്ടിറ്റിയിൽ വലിയൊരു ലോസ് സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, എനിക്കറിയില്ല ക്വാണ്ടിറ്റി നോക്കുന്ന സമയത്ത്. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എൽദോയ്ക്ക് കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു പിക്കായി കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ട്രേഡ് അപ്പം തന്നെ എൽദോ എന്ത് ചെയ്യുന്നു വരച്ചിട്ട് നെക്സ്റ്റ് ട്രേഡ് അവിടെ നിന്ന് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇല്ലേ? ഒരു ട്രേഡിൽ ലോസ് ആയിട്ട് പോലും $60 പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അത് ട്രേഡ് എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ടാണ്, എനിക്കറിയാം. പക്ഷെ എന്നാൽ പോലും ഇന്നലത്തെ അവസ്ഥയാണോ ഒന്ന്? അല്ലല്ലോ, കോൺഫിഡന്റ് ഇല്ലേ? ഓരോ ട്രേഡും നമുക്ക് അത്യാവശ്യം ലോസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ചെറിയ തോതിലാണെങ്കിൽ കോൺഫിഡൻസ് നമുക്ക് കൂടി വരുമല്ലോ. അപ്പൊ അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഫെയിലിയർ ട്രേഡുകൾ മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഇടയ്ക്ക് വേണമെങ്കിൽ നന്നായിട്ട് ചാർട്ടിൽ വരച്ചിടുന്ന ആളുകളുടെ പ്രോഫിറ്റ് ട്രേഡ് ഞാൻ പിക്ക് ചെയ്യാം. അല്ലെങ്കിൽ പ്രോഫിറ്റ് ട്രേഡിൽ തന്നെ നിങ്ങൾ വരച്ചതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് ഞാൻ പിക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ ഞാൻ ഫെയിലിയർ ട്രേഡുകൾ എടുക്കുന്നത്. റാഷിദ് ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം. ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇവിടെ അങ്ങനെ കുറേ ആളുകൾ വരച്ച് വെച്ചിട്ടുണ്ട്. ഷബീബ് ഒരു ട്രേഡ് എടുത്തിട്ട് എനിക്ക് കണ്ടിട്ട് ആകെ ബോധം പോയിട്ടുണ്ട്. ഷബീബ് എന്താണ് ഇങ്ങനെ ഒരു ട്രേഡ് എടുത്തത്? അതൊക്കെ ചോദിക്കില്ലേ പറയാം. ഇന്നലെ എടുത്താണോ? ഇന്ന് തന്നെയാണ്. വൈശാഖൻ എസ്റായിട്ടുണ്ട്. ഷബീബ് ഉണ്ടല്ലോ ഇവിടെ അല്ലേ? സംസാരിക്കാൻ പറ്റില്ലേ? ഷബീബിനൊക്കെ ശബ്ദം ആദ്യമായിട്ട് കേൾക്കാൻ തോന്നുന്നുണ്ട് ഞാൻ. എന്താ ട്രേഡ് ഇതെന്താ ഉദ്ദേശിക്കണേ? ഇതെന്താ ഇങ്ങനെ ഒരു ട്രേഡ് എടുത്തിക്കണ്? ഒരു റിസ്ക് റിവാർഡ് നോക്കിയേ. സ്ട്രാറ്റജി പ്രകാരം തന്നെയാണ് എടുത്തിരുന്നത്. എന്താ റിസ്ക് റിവാർഡ് ക്ലിയർ ആക്കാതെ വെച്ചിരിക്കുന്നത്? അല്ല, ഞാൻ സ്നാപ്പിന് വേണ്ടിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പാടില്ലല്ലോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിസ്ക് കൂടുതലും റിവാർഡ് കുറവല്ലേ? പിന്നെ സ്ട്രാറ്റജി പ്രകാരം എടുക്കുകയാണെങ്കിൽ ഇത് മുകളിൽ നിന്നല്ല എടുക്കേണ്ടത്, ഇവിടെ നിന്നുള്ള ഡോട്ടഡ് ലൈൻ എന്നല്ല ഡാഷ് ലൈൻ എന്നല്ല എടുക്കേണ്ടത്. അത് ഞാൻ പിന്നെ കിട്ടിയത് ഞാൻ വാച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു, മിസ്സായി, പിന്നെ എടുത്തായിരുന്നു. അപ്പോഴും ഞാൻ പറഞ്ഞല്ലോ, ഇത് ക്ലിയർ ആയിരിക്കണം. എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്ക് ചെയ്ത് വെക്കണം. നമ്മൾ ആദ്യമേ മാർക്ക് ചെയ്ത് വെക്കണം. എല്ലാം മാർക്ക് ചെയ്ത് വെച്ച് ആ ഒരു ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അതായത് മാർക്കറ്റ് ഓർഡർ ആണ് കൊടുക്കേണ്ടത്. ഇത് മാർക്കറ്റ് ഓർഡർ കൊടുത്ത് ഇത്രയും വലിയ സ്ലിപ്പേജ് വരിക, സ്ലിപ്പേജ് എന്ന് വെച്ചാൽ ഇത്രയും വലിയ മിസ്സിങ് വരിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഷബീറിന് കൺഫ്യൂഷൻ വന്നിട്ടുണ്ട്. ആദ്യം ഒരു തവണ വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്, വീണ്ടും വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ തവണയാണോ രണ്ടാമത്തെ തവണയാണ് ഓർഡർ എടുത്തതെന്നുള്ളത് എനിക്കൊരു ഐഡിയ ഇല്ല. ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് വരാന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതാണ് ടാർഗറ്റ് വെച്ച് ചെയ്യുന്നുള്ളത്. അത് ഞാൻ പറഞ്ഞത്. ഇതൊന്നാമത് റിസ്ക് കൂടുതലാണ് അതിൽ. നിങ്ങൾ ട്രേഡ് എടുക്കാനേ പാടില്ല. കാരണം ഇവിടെ തന്നെ ഷബീബ് കണ്ടിട്ടുണ്ട് എന്നാണ്. ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു കൺസോളേഷൻ നടന്ന ഏരിയ ആണ്. അപ്പൊ അവിടെ നിന്ന് വീണ്ടും റിയാക്ഷൻ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത് ഷബീബ് ഓൾറെഡി കണ്ടിട്ടുണ്ട്. അപ്പൊ അത് മനസ്സിലാക്കിയിട്ട് ആദ്യമേ നിങ്ങൾ നോക്കണം. ഇവിടുന്നാണെങ്കിൽ ഫൈൻ, എന്നുവെച്ചാൽ ഇവിടുന്നാണെങ്കിൽ എന്തായിരിക്കും ചെറിയൊരു റിസ്ക് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ ഇത്ര ഇറങ്ങിക്കഴിഞ്ഞ ഏകദേശം ഒരു മിഡിൽ പോർഷനിൽ അല്ലെങ്കിൽ മിഡിൽ ഏരിയയിൽ വെച്ചിട്ട് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആണ് കേട്ടോ. എല്ലാവരോടും കൂടി പറയുന്നത്. ഞാൻ ഷബീബിനോട് പറയുന്ന സമയത്ത് ബാക്കിയുള്ള ആളുകളോട് മിണ്ടാണ്ട് എന്നെ ബാധിക്കില്ല എന്ന് വിചാരിക്കേണ്ട. എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. കറക്റ്റായിട്ട് റിസ്ക് റിവാർഡ് കാൽക്കുലേറ്റ് ചെയ്യണം കേട്ടോ. പ്രത്യേകിച്ചും
ഗോൾഡിൽ എന്നൊക്കെ പറയുന്ന സമയത്ത് വലിയ റിസ്ക് എടുക്കുമ്പോൾ എന്തായിരിക്കും, ഇതുപോലെ റിസ്ക് വരുന്ന സമയത്ത് എന്താ ചെയ്യും, വലിയ സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. വലിയ സ്റ്റോപ്പ് ലോസ് കൂടുതൽ ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം വലിയ മൂവ്മെന്റ് ആയിരിക്കും സംഭവിക്കുക കേട്ടോ. ഷബീബ് മനസ്സിലായാലോ? എല്ലാവരോടും കൂടി, ഷബീബിന് മാത്രമല്ല എല്ലാവരോടും കൂടി. ഓക്കെ സാർ. ഓക്കെ സാർ. റാഷിദ് വരച്ചിടുന്നത് ക്ലിയർ ആയിട്ട് വരയ്ക്കുക കേട്ടോ. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റാഷിദ് ഉണ്ടോ അവിടെ? ഇതിന് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ പരിപാടി അതിലില്ല ആക്ച്വലി. നോക്കി കഴിഞ്ഞാൽ കാണാം, വെറുതെ ഒരു ടൺ ലൈൻ വരച്ചു. നമ്മൾ ആദ്യം തുടങ്ങിയ പോലെ തന്നെയായിരുന്നു അല്ലെ? ആദ്യം നമ്മൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായത്? ആദ്യം തുടങ്ങിയ പോലെയായിരുന്നു, വെറുതെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചു, തേർഡ് ലൈനിൽ വന്നിട്ട് ടച്ച് ചെയ്തിട്ട് എടുത്തു. അപ്പോൾ കൃത്യമായിട്ട് ആ സ്ട്രാറ്റജിയിൽ പറയുന്നുണ്ട് സപ്പോർട്ട് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിലില്ല. എല്ലാവരോടും കൂടി പറയുന്നത് കൃത്യമായി സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാർക്ക് ചെയ്താൽ മാത്രമേ എനിക്ക് അതിൽ മിസ്റ്റേക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. രണ്ടാമത് നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് തരണം. ഓക്കെ, ഇനി അടുത്തത് നോക്കട്ടെ. ജിതിൻ കണ്ടില്ല. അഭിജിത്ത് എയർലി എക്സിറ്റ്. ഓക്കെ, ഷബീബ് എന്താണെന്നുള്ളത് വീണ്ടും എനിക്ക് പ്രോഫിറ്റ് ഒക്കെ കാണുന്നുണ്ട്, പക്ഷെ വരച്ചൊന്നും മനസ്സിലാവില്ല എന്താണെന്നുള്ളത്. ഷബീബ് നിറയെ എന്തൊക്കെയോ വരച്ച് വെച്ചിട്ടുണ്ട്. എൽദോ 50 പിപ്സ് TP കിട്ടിയിട്ടുണ്ട്. ബാദിഷ ഓക്കെ, ബാദിഷ ഇതെടുത്ത സെയിം ട്രേഡ് തന്നെ എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് ചെയ്യുന്നില്ല. ഇർഷാദ് TP ഇറ്റ് ബട്ട് എന്തോ പറഞ്ഞ ചെയ്തില്ല, എക്സിക്യൂട്ട് ചെയ്തില്ല എന്നാണ്. ഷബീർ എന്താണ് ഇവിടെ? ഷബീർ ഓക്കെ, ഷബീർ തന്നെ അത് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം ആക്ച്വലി നമ്മളിപ്പോൾ സംസാരിച്ച കാര്യമായിരുന്നു ഷബീർ അല്ലേ? ഷബീർ അല്ല, സോറി, നമ്മളിപ്പോൾ ആ ട്രേഡ് എടുത്ത ഏരിയ എന്നല്ലേ ഷബീർ? അത് ഇതിൻ്റെ പ്രശ്നം ഷബീബ് ഹയർ ടൈം ഫ്രെയിമിൻ്റെ വരച്ചിട്ടില്ല. ഇതിപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൻ്റെ മാത്രമേ വരച്ചിട്ടുള്ളൂ. ഹയർ ടൈം ഫ്രെയിമിൻ്റെ കൂടി വരയ്ക്കണം. നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഹയർ ടൈം ഫ്രെയിമിൻ്റെ കൂടി വരയ്ക്കണം. വരച്ച് വെച്ചാലാണ് അതിൻ്റെ ഒരു ക്ലിയർ ആയിട്ടുള്ള പാത്ത് കിട്ടുന്നത്. 2416 എന്താണെന്നുള്ളത് ഞാൻ ചാർട്ടിൽ പോയിട്ട് ഇത് ഡിലീറ്റ് ചെയ്ത്, ഇമേജ് ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ ചാർട്ടിൽ പോയിട്ട് പറഞ്ഞുതരാം. ഇതൊരു ഡീപ് പുൾ ബാക്ക് ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. ഡീപ് പുൾ ബാക്ക് ആയതുകൊണ്ട് ഇവിടുന്ന് ലെഗ് എടുത്ത് നോക്കുന്ന സമയത്ത് ഡീപ് പുൾ ബാക്ക് ആണ് മനസ്സിലായത്. ഡീപ് പുൾ ബാക്ക് വരണമെങ്കിൽ ഒന്നല്ലെങ്കിൽ എന്തായിരിക്കണം, സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് മുകളിലുണ്ടായിരിക്കണം. അത് ഏതാണെന്നുള്ളതൊന്ന് മാർക്കറ്റിൽ നോക്കേണ്ടി വരും. എനിക്ക് പെട്ടെന്ന് ഓർമ്മയില്ല, മാർക്കറ്റിൽ നോക്കേണ്ടി വരും. അപ്പോൾ ശ്രദ്ധിക്കുക, ഹയർ ടൈം ഫ്രെയിമിലുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. അത് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എപ്പോഴും, ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, എന്താണ് അവിടുന്ന് ഒരു പുൾ ബാക്ക് വരാനുള്ള സാധ്യത ഉണ്ട്, അത് ഡീപ് പുൾ ബാക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടില്ലേ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? ഓർമ്മ ഉണ്ട് എല്ലാവർക്കും? ഉണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഷബീർ അതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, ഇതൊക്കെ പറയുന്നതുകൊണ്ട് ഗുണമുണ്ടോ? എനിക്ക് അതാണ്, ഞാൻ ചുമ്മാ പറഞ്ഞു പോണാണോ അത് നിങ്ങൾക്ക് ഗുണമുണ്ടോ? അതിപ്പോൾ വരച്ച ആൾക്ക് അല്ലെങ്കിൽ എടുത്ത ആൾക്ക് മാത്രമുള്ളത് ഗുണോ? ഞാനിപ്പോൾ ഇതിൽ ഇതാവണ്ടല്ലോ എന്നുള്ള ആളുകളുണ്ടോ അതിൽ? അല്ല സാറേ, ഗുണമുണ്ട്. നമുക്ക് ഓരോന്നും മിസ്റ്റേക്കുകൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അറിയാലോ. ആൻഡ് വൺ മോർ തിങ്, ഷൈജൽ ഷാ എനിക്ക് തോന്നുന്നു എങ്ങനെയുണ്ട് ഇപ്പോൾ മൈൻഡ് സെറ്റ്? എങ്ങനെയുണ്ട് ഷൈജൽ ഷാ? എനിക്ക് അതൊന്നും അറിഞ്ഞാൽ കൊള്ളുന്നുണ്ട്. ഷൈജൽ ഷാ നമ്മളിപ്പോൾ അനാലിസിസിൽ ഒരു ഡൗട്ടിൽ ചോദിച്ചിട്ടതാണ്. ഷൈജൽ ഷാ ഇല്ലേ ഇവിടെ? ഷൈജൽ അറ്റൻഡ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, പോയോ? ഓക്കെ, ഷൈജലില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഡിലീറ്റ് ചെയ്യുന്നു കേട്ടോ. ഡൗട്ടിൽ എന്തൊക്കെയുള്ളതെന്നുള്ളത് നോക്കട്ടെ കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ ചിലർ വെറുതെ ഡൗട്ട് വയ്ക്കുന്ന ആൾക്കാരുണ്ട്. അതെ പറഞ്ഞത്. ഇത് എന്താണെന്നുള്ളത് എനിക്ക് VP മുസ്തഫ, എനിക്കത് സൂം ചെയ്തിട്ട് പോലും എനിക്ക് മനസ്സിലാവണില്ല എന്താണെന്നുള്ളത്. ഒരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ പിന്നെ എങ്ങനെയാ ഇത് പറഞ്ഞുതരാ? കണ്ടോ, ആള് SL ട്രയൽ ചെയ്യേണ്ട കാര്യം SL, അതുപോലെ തന്നെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ട് RNC. ഇതെന്താ RNC? റെസിസ്റ്റൻസ്. ഇതെന്താ RNC എന്ന് പറഞ്ഞത്? VP മുസ്തഫ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. മൊബൈലിൽ ഇതൊക്കെ വെച്ച് ചെയ്യുമ്പോൾ ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? എനിക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനൊന്നുമില്ല, എനിക്ക് ലാപ്ടോപ്പ് ഉപയോഗിക്കാനൊന്നും അറിയില്ല. ഒരു മൊബൈലുണ്ട് ഞാനും. ഇതില് എങ്ങനെയാണ് പുസ്തകത്തൊക്കെ ചെയ്യുന്നത്? കാരണം ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാല് തീരെ ക്ലാരിറ്റി ഇല്ല. ഒന്നാമത് തീരെ ക്ലാരിറ്റി ഇല്ല, രണ്ടാമത് എന്തൊക്കെയോ ലൈനുകൾ പോകുന്നുണ്ട്. മാർക്ക് ചെയ്യണമെങ്കിൽ മൊബൈൽ, പിന്നെ അതിന്റെ ഇടയിൽ വേറെ എന്തോ വെച്ചിട്ടുണ്ട്. ഇതെന്താ? ഏതാ സാർ പറഞ്ഞാണ്? ഈ നീലി പച്ച എന്താണ്? നീലും പച്ച അതിന്റെ SL നമ്മളെ ട്രേഡ് എടുക്കുന്ന അതിന്റെ പൊസിഷൻ അല്ലേ? പൊസിഷൻ ടൂള്. ഓക്കെ,
എനിക്കിത് എങ്ങനെ പറഞ്ഞു തരണമെങ്കിൽ എനിക്കൊരു ഐഡിയ കിട്ടണം, എന്താണ് ഇത് ഉദ്ദേശിച്ചെന്നുള്ള ഐഡിയ. അല്ല, അതിൽ ഞാൻ ആദ്യം ഉദ്ദേശിക്കുന്നത് ഫ്രാങ്കായിട്ട് ചോദിക്കും സാറേ, ഫസ്റ്റിൽ അത് 1, 2, 3 മാർക്ക് ചെയ്തിരിക്കുന്നത് ആ അത് നമ്മളെ ഒരു സ്ട്രാറ്റജിന്റെ ഭാഗമായിട്ട് അവിടുന്ന് ട്രേഡ് എടുക്കാന്ന് ഉദ്ദേശിക്കുന്നത്. ഉം, ഞാൻ ട്രേഡ് ഒന്നും എടുത്തില്ല. ഉം. പിന്നെ അതെന്താ വെച്ചാൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വാച്ച് ചെയ്യില്ല. അങ്ങനെ പോയിട്ട് ആദ്യം അവിടെ ചെറിയ റെസിസ്റ്റൻസ് കണ്ടിരുന്നു. ഉം. അതാണ് ഞാനൊരു മഞ്ഞയിൽ ഒരു റെസിസ്റ്റൻസ് ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു കാട്ടില്ലേ, ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു തന്നാലേ മനസ്സിലാവുള്ളൂ. അവിടെ അല്ലെങ്കിൽ എഴുതിയിടണം അവിടെ. പറഞ്ഞോ. അങ്ങനെ ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തിട്ട് പിന്നെ അത് മേലെ ഒരു കൺസോൾട്ടേഷൻ വന്നില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പാരലൽ കൺസോൾട്ടേഷന് ഞാൻ അവിടെ ഉദ്ദേശിച്ചത് അതിനൊരു ഒരു ഇത് വന്നിട്ടുണ്ട്. അവിടെ വരച്ചിട്ട് മേലേക്ക് തന്നെ പോയി, ഈ ട്രെൻഡ് ലൈനിൽ തട്ടി മേലേക്ക് പോകുന്ന ഉദ്ദേശിച്ച് അതിന്റെ മേലെ അപ്പോൾ അവിടുന്ന് തന്നെ അത് പോയി. അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ അതിന്റെ മേലെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, അതാണ് ആ മഞ്ഞയിലെ. എന്താ സംഭവം എന്ന് അറിയാം, ഞാൻ ആദ്യമേ പറഞ്ഞുതരാം. ഈ സ്ട്രാറ്റജിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ലോങ് ട്രേഡ് കിട്ടുന്ന ഏരിയ ഉണ്ട്. ഞാൻ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോങ് ട്രേഡ് കിട്ടുന്ന ഏരിയ ഉണ്ട്. അതൊരു ഒരൊറ്റ ട്രേഡേ കിട്ടുള്ളൂ. ഒരു ഏരിയയിൽ നിന്ന് കറക്റ്റ് ആയിട്ട് നമുക്ക് പിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ലോങ് ട്രേഡ് കിട്ടും. ഒരു ഏരിയയിൽ നിന്ന് ഒറ്റ പോയിന്റ് നിന്ന് കിട്ടും. ഏരിയ എന്നല്ല, ഒറ്റ പോയിന്റ് നിന്ന് കിട്ടുള്ളൂ. ക്ലിയർ ആവണില്ലേ? ഒറ്റ പോയിന്റ്. അപ്പൊ നിങ്ങൾ കാണുന്നോടത്ത് മുഴുവൻ ലോങ് ട്രേഡിങ്ങിന് ശ്രമിച്ചാൽ, ലോങ് ട്രേഡിന് ശ്രമിച്ചാൽ, ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ ലോങ് ട്രേഡിന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഇത് സക്സസ് ആവില്ല. ഇപ്പോഴും ഞാൻ എഴുതി തരാം ലോങ് ട്രേഡിന്. കാരണം എന്ന് വെച്ചാൽ ഈ സ്ട്രാറ്റജി ആക്ച്വലി എന്തിനുള്ള വേണ്ടിയിട്ടാണ്? ഇത് സ്കാൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് SL തൊട്ടടുത്ത ഇപ്പൊ മോളിക്കാണല്ലോ, അപ്സൈഡിക്കാണല്ലോ. SL തൊട്ടടുത്ത ഏതിൽ വെക്കുക? തൊട്ടടുത്ത ഇതിൽ വെക്കുക. എന്തിനാ ട്രെയിലിംഗ് ഒന്നുമില്ല ഇതിൽ, ട്രെയിലിംഗ് ഒന്നും ഇല്ല പരിപാടി. നിങ്ങൾ ട്രെയിൽ ചെയ്തിട്ട് തിരിച്ചടിക്കും, കാരണം തിരിച്ചിറങ്ങും. നിങ്ങൾക്ക് തന്നെ തിരിച്ചിറങ്ങാനുള്ള അവസരം ഒരുപാടുണ്ട് മാർക്കറ്റിൽ. SL എവിടെ വെക്കണം? SL സിംഗ് ലോയിൽ വെക്കണം. അപ് ട്രെൻഡിലേക്ക് ആകുമ്പോൾ പ്രോഫിറ്റ് ഇതെന്ത് വെക്കണം? ഇത് നിങ്ങൾ തൊട്ടടുത്ത ഹൈയിലേക്ക് വെക്കണം. അപ്പോൾ അതാണ് ഇതിന്റെ റൂള്. ഇത് മാർക്കറ്റിൽ ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ നിങ്ങൾക്ക് വന്നിട്ട് എന്താ രണ്ടാമത്തെ, ഞാൻ മറ്റേ ഇതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ട്രാറ്റജിയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആദ്യത്തെ പോയിന്റ് കട്ട് ചെയ്തിട്ട് 2, 3, 4 നാലാമത്തെ പോയിന്റിനെ വീണ്ടും 3 ആക്കി എടുക്കുക. എന്ന് വെച്ചാൽ രണ്ടാമത്തേന്ന് സ്റ്റാർട്ട് ചെയ്യാം. രണ്ടാമത്തേന് പിന്നത്തെ വരയ്ക്കുന്ന വര എന്താ വെച്ചാൽ രണ്ടാമത്തെ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അത് ഇങ്ങനെ പോവാം. അല്ലാതെ നിങ്ങൾ ഇവിടുന്ന് ഒരു പക്ഷെ നോക്കി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നം വരുന്നല്ല, പരിപാടി കിട്ടും, പണി കിട്ടും. വല്ലപ്പോഴും ഇതുപോലെ പറഞ്ഞാൽ വല്ലപ്പോഴും നിങ്ങൾക്ക് കിട്ടും. അത് അറിയാണ്ടാണ്, ആ ഒരു പോയിന്റ് കൃത്യമായിട്ട് പിക്ക് ചെയ്യാൻ അറിയാഞ്ഞിട്ടാണ്. അത് പിക്ക് ചെയ്ത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ലോങ് ട്രേഡുകളൊക്കെ എടുക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഇന്നലെ മിഞ്ഞാന്നാണ് പറഞ്ഞിട്ടുണ്ട്, ലോങ് ട്രേഡുകൾ എടുക്കേണ്ട മെത്തേഡുകൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ചെറിയ ഇതിൽ വെക്കാം. പിന്നെ അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടുകൂടി ഫോട്ടോ ഇടുക. എനിക്കൊന്നും മനസ്സിലാവില്ല, അതിലൊട്ടും മനസ്സിലാവും. ഇതിനെ കണ്ടില്ല, സൂം ചെയ്തിട്ട് തന്നെ ഒന്നുമില്ല, സത്യത്തിൽ ഒന്നും മനസ്സിലാവണില്ല കേട്ടോ. അല്ല സാറേ, അതിൽ ഞാൻ ഇൻഡിക്കേറ്റർ ഉപയോഗിച്ചെന്ന് പറയാതെ ഞാൻ അതില് ആ സെക്ഷന്റെ ഇൻഡിക്കേറ്റർ ഇട്ടിരുന്നു. പിന്നെ നമ്മൾ സെക്ഷൻ ഒന്നും നോക്കിയിട്ടല്ല ചെയ്യുന്നത്. അല്ല സാറേ, ഇതില് ഞാനൊരു ഇൻഡിക്കേറ്റർ ഇട്ടില്ലല്ലോ. ആണോ സാറേ? വോളിയം നമ്മൾ ഉപയോഗിക്കാറില്ല, കാരണം വോളിയത്തിലും അതിന് മാനിപ്പുലേഷൻ നടക്കുന്നതുകൊണ്ടാണ് വോളിയം ഉപയോഗിക്കാറില്ല എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഞാൻ ഈ വോളിയം ചില ആളുകൾ, ഒരു ചെറിയ സംശയം ചോദിക്കാം, ചില ആളുകള് പ്രൈസ് ആക്ഷന് സമാനമാണ് വോളിയം. അപ്പൊ അങ്ങനെ ഈ വോളിയം ക്യാൻഡലിനെ റീഡ് ചെയ്യാനൊന്നും അറിയില്ല. അപ്പൊ വോളിയം വേണ്ടെന്നുള്ളതാണ് സാറിന്റെ അഭിപ്രായം? വോളിയത്തിന്റെ പ്രശ്നം ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞോട്ടെ, ഞാൻ ചാർട്ടിൽ നിന്ന് പോന്നു, അതാണ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വോളിയത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം. വോളിയം ഉപയോഗിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്ക്, പ്രശ്നം എന്നല്ല, ഉപയോഗിക്കുമ്പോൾ വരുന്ന മിസ്റ്റേക്ക്. ഇപ്പോഴല്ല, ഇപ്പൊ നമുക്ക് അനാലിസിസ് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാൻ മറ്റൊരു ദിവസം ഇന്നലെ ഫോമോ പറഞ്ഞ വോളിയത്തിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാനത് ഇൻഡിക്കേറ്റർ ഞാൻ ആക്ച്വലി സെക്ഷൻ കണ്ടു, പിന്നെ വേറെ വായിക്കാൻ പറ്റണില്ല എനിക്ക്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ അത് ഇൻഡിക്കേറ്ററിന്റെ പേരാണെന്ന് വിചാരിക്കുന്നത്. അത്ര ക്ലാരിറ്റി കുറവാണത്, അത്രയും ക്ലാരിറ്റി കുറവാണ്. അതാ ഞാൻ ഇൻഡിക്കേറ്റർ സെക്ഷൻ കണ്ടു, പിന്നെ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എന്തൊക്കെ ഇൻഡിക്കേറ്ററാന്ന് വെച്ചിട്ടാണ് ഡിലീറ്റ് ചെയ്തത്. ഞാൻ ഇതിലെന്താ വെച്ചാല്, ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നമ്മളിതൊന്നും വാച്ച് ചെയ്യൂല. കാരണം ഞാനൊരു $3 കാണുമ്പോ അവിടുന്ന് അത് എടുക്കും, പിന്നെ അവിടെ ഇവിടെ ഒക്കെ കുത്തിയാ കൊടുക്കും, ഇട്ട $3 തിരിച്ചു പോകും. ഞാനിങ്ങനെ സ്ലോ ആയിട്ട് ഇങ്ങനെ വാച്ച് ചെയ്താണ്. അപ്പൊ വാച്ച് ചെയ്യുമ്പോ ഞാൻ പറഞ്ഞെന്ന് വെച്ചില്ലേ, ഒന്നല്ലെങ്കിൽ എഴുതിയിട്ടാ മതി അല്ലേ? എഴുതിയില്ല എന്താന്ന് എനിക്കൊന്നും മനസ്സിലായില്ല. അപ്പൊ അതാ ഞാൻ ആദ്യം പിന്നെ ഒരു ഇൻഡിക്കേറ്റർ കണ്ടപ്പോ പിന്നെ ഒന്നും നോക്കിയില്ല, ഞാൻ ഡിലീറ്റ് ചെയ്തു. ഓക്കെ, കുഴപ്പമില്ല, നമുക്ക് നാളെ മുതൽ അങ്ങനെ ചെയ്താൽ മതി. എഴുതിയിട്ടാൽ മതി, ക്ലാരിറ്റിയോടുകൂടി ഫോട്ടോ എടുത്താൽ മതി കേട്ടോ. ഇത് ഫോട്ടോ എടുക്കുന്നതാണോ സ്ക്രീൻഷോട്ട് ആണോ? സ്ക്രീൻഷോട്ട് എടുക്കുന്നതാണ്. ഓ, ഇത്രയും ക്ലാരിറ്റി കുറവോ സ്ക്രീൻഷോട്ട്?
ഫോണിലല്ല സാറേ, എനിക്ക് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഇത് അറിയാഞ്ഞിട്ടല്ല, ഞാൻ ഈ അല്ല, ഇതിൽ കമ്പ്യൂട്ടർ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ക്രീൻഷോട്ടിന് പ്രശ്നമുണ്ട്. ഇത് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോണിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കുന്നോ, ട്രേഡിംഗ് വ്യൂവിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയോ? ട്രേഡിംഗ് വ്യൂ തന്നെ എടുക്കുന്നത്. അല്ലല്ലോ, ഇത് ഫോണിന്റെ അല്ലേ. ഈ 5G 1253 എന്നൊക്കെ പറഞ്ഞിട്ട് ടൈം കാണിക്കുന്നുണ്ട്. ഈ ഫോണിന്റെ സ്ക്രീൻഷോട്ടാണ്, ട്രേഡിംഗ് വ്യൂവിന്റെ അല്ല. ട്രേഡിംഗ് വ്യൂവിൽ സ്ക്രീൻഷോട്ട് എടുക്കുന്ന ഒരു ഇത് നല്ല ക്ലാരിറ്റിയോട് കിട്ടും. അത് സനുവിനെ കോൺടാക്ട് ചെയ്താൽ മതി, മൊബൈലിന്റെ പറഞ്ഞു തരും കേട്ടോ. സനു എങ്ങനെയാന്നുള്ളത് കേട്ടോ, നല്ല ക്ലാരിറ്റിയോട് കിട്ടും. ഇതിപ്പോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫോണിന്റെ ബട്ടൺ ഞെക്കിയിട്ടല്ലേ എടുക്കുന്നത് അല്ലേ? അതാണ് ക്ലാരിറ്റി കുറവ്. ട്രേഡിംഗ് വ്യൂന്ന് ഡയറക്റ്റ് എടുക്കാൻ പറ്റും. അത് സനു പറഞ്ഞു തരും കേട്ടോ. ഓക്കെ കേട്ടോ, പറഞ്ഞു തരും. അപ്പൊ ക്ലാരിറ്റിയോട് കൂടി എടുക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഞാൻ അതിനാണ് ഇത് സ്തോന്റെ കാര്യം പറഞ്ഞത്. പിന്നെ ശ്രേയസ്, ഞാനിതില് ശ്രേയസ് ഇല്ലേ ഇവിടെ? ശ്രേയസ് പോയാ? ശ്രേയസ് നേരത്തെ എവിടെ കണ്ടല്ലോ. ശ്രേയസ് ഇല്ല. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നിപ്പോൾ അനാലിസിസ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വെക്കുന്നത്.